ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം കേട്ടോ. ഞാനിപ്പോ എനിക്ക് വേണ്ട മുച്ചിക്ക് വേണ്ട വേണ്ട എനിക്ക് അതിനാസോടെ ഫുൾ മധുരം എനിക്ക് വേണ്ട. ഇതാണ് ഇപ്പത്തെ അവസ്ഥ കേട്ടോ. എന്താന്ന് വെച്ചാലേ മറ്റേ നമുക്ക് ഈവനിങ് ആകുമ്പോ നമുക്ക് ചായക്ക് വല്ല അയിനാസോ കേക്കോ ബിസ്ക്കറ്റും ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ മോനിപ്പോ അയിനാസ് ഉടനേരം കേട്ടോ നല്ല മധുരം കിട്ടണം. ഞാനാണ് ഗൈസ് മധുരം ഇപ്പൊ പൊതുവെ കുറച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വൈകുന്നേരം ഇപ്പൊ ചായക്ക് കൂട്ടാൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് കഴിക്കാൻ ഒരു ചെറിയൊരാഗ്രഹം. എന്നാ പിന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ വിളിച്ചിട്ട് എന്റെ സമ്മതിയെ കടുകിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുഞ്ഞേതാക്കി കട്ട് ചെയ്ത് നമ്മുടെ ചുവന്നുള്ളിയാണ് കേട്ടോ. ചുവന്നുള്ളി ഇഞ്ചി അതിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എന്തായാലും എല്ലാവർക്കും അറിയില്ലല്ലോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ. പിന്നെ എനിക്ക് വേപ്പിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് കുറച്ചധികം കിട്ടിക്കാം. അതെ, നമ്മൾ എന്തൊക്കെ ഇട്ട് ചുവന്നുള്ളി അതുപോലെ ഇഞ്ചി കുഞ്ഞതാക്കി അരിഞ്ഞത് വേപ്പിൻ്റെ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എന്തായാലും എനിക്കല്ലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാട്ടോ. നോക്കല അതാണ് ഇത്. എളുപ്പമല്ല കേട്ടോ. മധുരം കഴിച്ചിരുന്നു ഒരു പെട്ടെന്നായിട്ട് തീർത്തുമ്പോഴേ വലിയ എളുപ്പമൊന്നുമില്ല. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പുമാവില് ഉപ്പ് കൂടാൻ നിൽക്കണ്ട, വഴക്കാൻ കൊള്ളുക. ഇനി നമ്മളെ എന്തൊട്ടിടാൻ പോണ രുചി റോസ്റ്റഡ് റവയാണ് കേട്ടോ. ഇത് നമുക്ക് ഇത് ഇതിലിട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മധുരം നിർത്തിക്കന്നെ ഗൈസ്. മധുരം കഴിച്ചിരുന്നവർക്ക് എളുപ്പമല്ല കേട്ടോ. നമുക്കൊന്നും കഴിക്കാനില്ലാണ്ടാവും, നമുക്കെന്നെ വിഷമോണ്ടിരിക്കും. അതാണ് അവസ്ഥ, ഇപ്പത്തെ അവസ്ഥ അതാണ്. കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാവും, കുറച്ച് ദിവസം അങ്ങനെ സെറ്റാവും. എല്ലാരും വെള്ളം ഒഴിച്ചിട്ടൊക്കെ റവ ഒഴിക്കണം കാണാം, റവ ഇടണം കാണാം. പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെയല്ല. നമുക്കതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. രുചിയാണ് കേട്ടോ റവ, റോസ്റ്റഡ് റവയാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിട്ട് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കണേ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പേ ഇടക്കിടക്ക് വിശപ്പ്. മറ്റേത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കും. പിന്നെ നമ്മൾ മുസ്തഫക്കാട് കടയുടെ അടുത്തുള്ള കാരണം മിഠായോ സിപ്പപ്പോ ഞാനൊക്കെ എന്താ എപ്പോഴും മിഠായും സിപ്പപ്പ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഞാൻ വല്ലാണ്ട് കഴിക്കണില്ല, പേടിച്ചിട്ടാട്ടോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് ഷുഗറൊന്നും ഇല്ല കേട്ടോ. ഷുഗർ ഉണ്ടായിട്ടല്ല, വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു കരുതലാണ്. പിന്നെ ഹെൽത്തിന് എന്തായാലും നല്ലതാണ്. കുറേ മധുരം കഴിച്ചിട്ട് എന്തിനാ അത് നമ്മുടെ ശരീരം നാശാക്കണം. അങ്ങനെ ദേ ഇത് വെറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദേ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തായാലും കറക്റ്റ് വെള്ളമായി. ബാബി ഉപ്പ് നോക്കാൻ കമോൺ. ഇപ്പൊ പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല എന്റെ നാത്തുനിക്ക്. ഉപ്പ് നോക്ക് ബാബി. ബാബി ഷുഗർ കട്ടാ എന്നിട്ട് അതിനസഹിക്കും. ബാബി പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ഞാൻ പിൻവലിച്ചിരിക്കുന്നു കേട്ടിട്ടുണ്ട് ബാബി. എന്താണ് ബാബിനൊക്കെ ചിരിക്കണ്ട അതിനാസ് കേട്ടില്ലേ? എന്നെ നോക്കിട്ട് കൊറേ ചിരിച്ച്. ലഡുവാണ് ചിരിച്ചിരുന്നത്. തീരണ വരെ ഞാൻ കഴിച്ചു, തീർന്നപ്പോ ഞാൻ നിർത്തി. അറിയണില്ല എന്നാ വായത്ത അതിനാസ് എടുത്ത് കളേ. അപ്പൊ അറിയും കുറവാ. നല്ല ആൾക്കാണ് ഉപ്പ് വെക്കാൻ കൊടുത്തത്. ആദ്യം ഉപ്പ് നോക്കോടാ. ഉപ്പ് നോക്കുവോ നീ? ഉപ്പുണ്ടോ നോക്കി? കുറവാ. ഉപ്പ് പൊടിയില്ലേ ഭാവി? ഉപ്പ് പൊടിയില്ലേ? എടാ ഉപ്പ് നോക്കോടാന്ന് വെച്ചിട്ട് ഉപ്പും പൊടിയില്ലേ വായിട്ട് കൊടുത്തിട്ട് ഉപ്പ് കുറവാന്ന്
ഉപ്പും പൊടി എടുത്തിട്ട് വായിട്ട് കൊടുത്തിട്ട് ഉപ്പുണ്ടാടാന്ന് വെച്ചപ്പോ ഉപ്പ് കുറവാന്ന്. എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ നമ്മൾ ഉപ്പുമാവ് ഇടുകയും ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഉപ്പുമാവ് കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയോ? ഞാൻ ചെറുപ്പത്തിൽ എവിടേക്കോ ഉള്ളാടമാണെന്ന് തോന്നുന്നുണ്ട്, എവിടെ കൊണ്ട് പോയപ്പോൾ ഉപ്പുമാവിലേക്ക് ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ചോദിച്ചത് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടോ നീ ഏത് നാട്ടുകാരി എന്ന് എന്നോട് ചോദിച്ചിട്ടോ. കാരണം അവിടെ നിന്ന് ഉപ്പുമാവിൽ പഞ്ചസാര കൂട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ കൂട്ടി നല്ല മെള്ളകിട്ട ചാളക്കറിയും ചാളപ്പൊരിച്ചതാണ് കേട്ടോ. ഞാൻ ഈ ഇടയായിട്ടാണ് ഞാൻ എന്താ പറയുക ഉപ്പുമാവിൽ മീൻകറിയും പച്ചക്കറിയൊക്കെ കൂട്ടി തുടങ്ങിയത്. അതുവരെ ഞാൻ ഉപ്പുമാവിൽ പഞ്ചസാര കൂട്ടിയേ ഞാൻ കഴിച്ചിരുന്നുള്ളൂ കേട്ടോ. ഞാൻ എവിടെയോ പോയപ്പോൾ എന്തോ കഴിച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാൻ. ബൈ.